ഇന്നത്തെ ദൈവവചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഓരോ ദിവസവും കർത്താവ് നമ്മെ കേൾപ്പിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ അകത്തെ മനുഷ്യന് അത് ബലവും ശക്തിയുമായി മാറണം. അപ്പോൾ തന്നെ നമ്മുടെ പുറമെയുള്ള മനുഷ്യനും അത് വിടുതലും സന്തോഷത്തിൻ്റെ കർത്താവ് കാരണമാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. 25-ാമത്തെ സങ്കീർത്തനം 13-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. മതി. അവൻ സുഖത്തോടെ വസിക്കും. ആ ഒരു വാക്കിനകത്ത് ഈ ഭൂമിയിലെ ഒരു മനുഷ്യജീവിതം മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. അവൻ സുഖത്തോടെ വസിക്കും. സുഖത്തോടെ വസിക്കും. സ്തോത്രം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു സുഖജീവിതം. സുഖജീവിതം. സ്തോത്രം. സുഖജീവിതം ആഗ്രഹിക്കുന്നവരാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്, നല്ല ഒരു കുടുംബജീവിതം പ്രതീക്ഷിക്കുന്നത്, തലമുറകളെ പ്രതീക്ഷിക്കുന്നത്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു സുഖജീവിതം. ഒരു സുഖജീവിതം. സ്തോത്രം. ഈ എയർ കണ്ടീഷൻ ആലയം എന്തിനാണ്? ദൈവപ്രസാദത്തിന് വേണ്ടിയാണോ? അല്ല. പിന്നെന്താണ്? സുഖകരമായ ഒരു ആരാധന. സ്തോത്രം. ഇതിനകത്തൊരു സുഖമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചോർന്ന് ഒലിക്കാതെ, മഴ നനയാതെ, വെയിൽ കൊള്ളാതെ, സമാധാന സന്തോഷത്തോടു കൂടിയ ഒരു ആരാധിക്കുവാനുള്ള ഒരു ക്രമീകരണം. എന്തിനാണ് നല്ല വീടുകൾ പണിയുന്നത്? സുഖജീവിതത്തിന് വേണ്ടിയാണ്. നടന്നു പോയാൽ എത്തത്തില്ല. എന്തിനാ വാഹനം? സുഖജീവിതം. ഇതെല്ലാം സുഖമാണ്. കാലിൽ ചെരിപ്പിടുന്ന എന്തിനാണ്? സുഖത്തിന് വേണ്ടിയാണ്. സുഖജീവിതത്തിന് വേണ്ടിയാണ് ഇതെല്ലാം മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വചനത്തിലേക്ക് അല്പം ആഴമായി ഒന്ന് ഇറങ്ങി ചിന്തിക്കാൻ പോവുകയാണ്. ആരാണ് സുഖത്തോടെ വസിക്കുന്നത്? ആർക്കാണ് ആ മനോഹരമായ പദവി ദൈവം നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആരോ അവനാണ് സുഖജീവിതം. സ്തോത്രം. സ്തോത്രം. പണമുള്ളവർ ധാരാളമുണ്ട്. കോടീശ്വരന്മാർ. പക്ഷെ അവർക്കൊന്നും സുഖജീവിതമില്ല. സ്തോത്രം. ഉന്നതമായ നിലയിൽ വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന അനേക സിനിമ സീരിയൽ താരങ്ങൾ, അവർക്കൊന്നും സുഖജീവിതമില്ല. അവരെ ലോകം അറിയുന്നതാണ് അവരെയൊക്കെ. പക്ഷേ അവരുടെയൊക്കെ സുഖജീവിതം താളം തെറ്റുന്ന അനുഭവങ്ങളാണ്. സ്തോത്രം. ലോകത്തിലേക്ക് ഏറ്റവും കൂടിയ സൗന്ദര്യമുള്ള ഒരു വ്യക്തിക്ക് ആ സൗന്ദര്യം എന്ത് തരത്തില്ല? സുഖജീവിതം തരത്തില്ല. വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിക്ക് സുഖജീവിതം ലഭിക്കത്തില്ല. ഇതൊന്നും സുഖം തരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലോകത്തിലെ സകല സുഖവും അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയാണ് ശലോമോൻ. ലോകത്തിലെ സകല സുഖങ്ങളും അനുഭവിച്ചവനാണ് ശലോമോൻ. ആ ശലോമോൻ്റെ അന്ത്യവാക്ക് കേൾക്കണോ? ഞാൻ അനുഭവിച്ച സകല സുഖങ്ങളും മായ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ വെട്ടിപ്പിടിച്ചതും ഞാൻ നേടിയെടുത്തതും ഞാൻ സ്വരൂപിച്ചതൊക്കെ ധാരാളമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അന്തഃപുരത്തിൽ 1000 ഭാര്യമാരാണ് എനിക്ക്.
എൻ്റെ മക്കൾ അനവധിയാണ്. എൻ്റെ രാജ്യത്തിൻ്റെ മഹിമ, അതിൻ്റെ കേൾവി ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്. എന്നിൽ ദൈവം പകർന്ന ജ്ഞാനം അതെത്ര ശ്രേഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ഭരണ സംവിധാനങ്ങൾ എത്ര മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു നേരത്തെ ആഹാരം എത്ര ശ്രേഷ്ഠമാണെന്നറിയാവോ? അതിൻ്റെ ലിസ്റ്റിൽ ശലോമോൻ ഇട്ടിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം. അവൻ്റെ വേഷഭൂഷാദികൾ, അവൻ്റെ പരിവാരങ്ങൾ, അവൻ്റെ എഴുന്നള്ളത്ത്. സ്തോത്രം. ഹല്ലേലൂയ. കൃത്രിമമായി ഒരു വനം സൃഷ്ടിച്ച് അതിനകത്തൂടെ നദി സൃഷ്ടിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും മനോഹരമായ ശലോമോന്റെ കാലത്ത് വെള്ളിക്ക് വിലയില്ലായിരുന്നു. അത്രയ്ക്കും സുഭിക്ഷമായ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ശലോമോൻ. ആ ശലോമോൻ പറയുക, ഞാൻ അനുഭവിച്ച സൂര്യന് കീഴെ ആകാശത്തിന് കീഴിലുള്ള സകല സുഖങ്ങളും എന്താണ്? മായ. സകലതും മായ. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, അവൻ സുഖത്തോടെ വസിക്കും. ചിലരിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളിലേക്കും ഈ വചനം വിരൽ ചൂണ്ടുന്നുണ്ട്. നിനക്കും സുഖമായി ജീവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഗതി ഇങ്ങനെയായല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയായല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വിചാരിച്ച് പ്രാകരുത്, സ്വയം ശപിക്കരുത്, ജീവിതത്തെ അപായപ്പെടുത്തരുത്. നിനക്ക് സുഖമായി ജീവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ കർത്താവ് എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ ദൂത ഇത് നീ ദേശത്തോടും സഭയോടും വിളിച്ചു പറയണം, അവൻ സുഖത്തോടെ വസിക്കും. ഹല്ലേലൂയ. നിന്റെ വിധി മാറ്റി എഴുതാൻ പോകുകയാ. നിന്റെ ചിന്തകളെ കർത്താവ് മാറ്റി എഴുതാൻ പോകുകയാ. നിന്റെ വിചാരങ്ങളെ കർത്താവ് മാറ്റി എഴുതാൻ പോകുകയാ. ഇന്ന് വന്ന ചില ആക്സിഡന്റുകൾ, ഇന്ന് വന്നതായ ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ നിന്നെ തളർത്തരുത്. നീ സുഖത്തോടെ വസിക്കുമെന്ന് അരുമനാഥൻ എന്ന് കാലം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാം വാക്യം വായിച്ചത്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ സുഖത്തോടെ വസിക്കും. പാതി ദൈവവും പാതി ഞാനുമല്ല. ഹല്ലേലൂയ. അങ്ങനെയാണ് മനുഷ്യന്റെ ചൊല്ല്. പാതി ദൈവവും പാതി ഞാനും അല്ല. ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മുഴുവനും ദൈവത്തിന് വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. കാനാവിലെ കല്യാണ വീട്ടിലെ ഒഴിഞ്ഞ വീഞ്ഞു പാത്രങ്ങളുണ്ട്, ഒഴിഞ്ഞ വീഞ്ഞു പാത്രങ്ങൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൽപ്പന, പുറത്തുള്ള കൽപ്പരണയിൽ വെള്ളം നിറയ്ക്കുക. കർത്താവിന് ഇച്ചിരി മണവേലും കിട്ടാൻ ആ ഒഴിഞ്ഞ പാത്രം ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച്, അടുക്കളയിലെ മിന്നായം പണി അറിയത്തില്ലേ, സ്വത്രം, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എന്ത് ചെയ്യാം, അതിനകത്ത് കൊണ്ട് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചാലോ. ദൈവം പാതി ഞാനും പാതി. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുക, ഞാനൊരു കാര്യം പ്രവർത്തിക്കുന്നെങ്കിൽ അവിടെ നിന്റെ പ്രവൃത്തി എനിക്ക് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ നിന്റെ ഒന്നുമില്ലായ്മ നീ കഴുകി കൊണ്ടുവരണ്ട. നിന്റെ കലം കഴുകി കൊണ്ടുവരണ്ട. നിന്റെ അടുക്കള കഴുകി കൊണ്ടുവരണ്ട. നിന്റെ കഴിവതിനകത്ത് വേണ്ട. അമേ, നിന്നെ സുഖത്തോടെ വസിപ്പിക്കാൻ, നിന്റെ ജീവിതം കരുപിടിപ്പിക്കാൻ സർവശക്തനാ നീ സേവിക്കുന്ന നിന്റെ ദൈവമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ആശ്രയിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സുഖത്തോടെ വസിക്കും. ഈ വചനത്തിന്റെ ആധികാരികത എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. 2, അതിന് 3-ാമത്തെ വാക്യം വായിച്ചേ. ദൈവത്തെ കാത്തിരിക്കുക. ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദൈവ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തിടുക്കം കൂട്ടരുത്.
സുഖത്തോടെ വസിക്കാൻ തിടുക്കം കൂട്ടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഒരു വാക്കുകൾ സൗഖ്യമൊക്കെ വേണമെങ്കിൽ കിട്ടും. പക്ഷെ നയമാനോട് പറഞ്ഞത് നീ യോർദാനിൽ 7 മുങ്ങണമെന്ന്. അവനത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ആരാന്ന് വിചാരിച്ചത്? സ്തോത്രം. അവൻ ക്ഷോഭിച്ചു, കോപിച്ചു, ഭയങ്കര ക്ഷോഭം തനിക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സൗഖ്യമൊന്നും എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. വേഗത്തിൽ എൻ്റെ കാര്യം നടക്കണം. പക്ഷേ ദൈവം പറയുന്നത് നീ വെയിറ്റ് ചെയ്യുക. ദൈവത്തെ കാത്തിരുന്നാൽ നീ സുഖത്തോടെ വസിക്കും. 1, 2, 5, 6, 7 പ്രാവശ്യം താൻ മുങ്ങിയപ്പോൾ താൻ പോയത് സുഖത്തോടു കൂടിയാ പോയത്. ഇങ്ങോട്ട് വന്നതുപോലെയല്ല നയമാൻ തിരികെ പോയത്. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുകയാ, ഇന്ന് നീ ആലയത്തിലേക്ക് വന്നതുപോലെയല്ല നീ തിരികെ പോകുന്നത്. നീ സുഖത്തോടെ പോകണമെങ്കിൽ നീ യഹോവയ്ക്കായി കാത്തിരിക്കുക. നിന്റെ വിഷയത്തിന് വേണ്ടി നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിരാശപ്പെടരുത്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ സുഖത്തോടെ വസിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവേ, ഇത് രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ കാത്തിരിക്കുന്നുമുണ്ട്. അടുത്ത കാര്യം ശ്രദ്ധിക്കണം, സത്യത്തിൽ നടക്കണം. സുഖത്തോടെ വസിക്കാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ഒരു സത്യസന്ധത ഉണ്ടാകണം. തെറ്റായ വഴികളിലൂടെ സുഖം ലഭിക്കുമെന്നാരും ചിന്തിക്കരുത്. അങ്ങനെ പോയവരെല്ലാം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് വീണുപോയത്. ആമേ, സത്യത്തിൽ എന്ത് ചെയ്യണം? സത്യത്തിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്, ദിവസം മുഴുവൻ ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സുഖത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസം മുഴുവൻ ദൈവത്തിൽ എന്ത് ചെയ്യണം? പ്രത്യാശ വയ്ക്കണം. ഹല്ലേലൂയ. വൈകുന്നേരം വരെ ദൈവത്തിൽ പ്രത്യാശിച്ചിട്ട് വൈകിട്ട് ശോഭിച്ച് കഞ്ഞി കുടിക്കാതെ കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദിവസം മുഴുവൻ നീ ദൈവത്തിൽ എന്ത് ചെയ്യണം? പ്രത്യാശ വയ്ക്കണം. ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ അതിനകത്ത് പെടുന്നുണ്ട്. എത്ര ദിവസം ഈ ഭൂമിയിൽ കർത്താവ് എനിക്ക് ആയുസ്സ് തരുന്നുണ്ടോ ആ ദിവസം മുഴുവൻ നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. ഹല്ലേലൂയ. നീ പൊടിയിൽ കിടന്നാലും ചാരത്തിൽ കിടന്നാലും പുഴുവരിച്ചാലും നിന്റെ ആയുസ് മുഴുവൻ നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇയ്യോബേ, നിന്റെ ശരീരത്തിന്റെ സ്ഥിതി മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനാ. നിനക്കൊരു സുഖമൊരിക്കലും ലഭിക്കത്തില്ലെന്ന് നിന്റെ ഭാര്യ പറഞ്ഞാൽ, ലോകം പറഞ്ഞാല്, ഭർത്താവ് പറഞ്ഞാല്, സഭ പറഞ്ഞാല് നീ വിശ്വസിക്കരുത്. ഇന്ന് വരെക്കാലം ദൈവത്തിൽ മുഴുവൻ, ദിവസം മുഴുവൻ നീ പ്രത്യാശ വയ്ക്ക. ഹല്ലേലൂയ. പ്രത്യാശ കൈവിടരുത്. ഹല്ലേലൂയ. എന്തെല്ലാം കൈവിട്ടാലും പ്രത്യാശ കൈവിടരുത്. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. നമ്മുടെ മുഖം വാടാതിരിക്കുന്നത് പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, ആമേൻ, വെല്ലുവിളിയും യുദ്ധവും ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ നമ്മുടെ കൈ മുതൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള പ്രത്യാശയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. 7-ാമത്തെ വാക്യം വായിച്ചേ. പാപം പരിഹരിക്കണം. സുഖജീവിതം വേണ്ടവർക്ക് പാപപരിഹാരമുണ്ടാകണം. ഒരു പാപവും ഏറ്റു പറയാനുണ്ടാകരുത്. മറച്ചു വെച്ച ഒരു പാപവും ഉണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ശരീരം ഈ രൂപത്തിലാകാനുള്ള മൂല കാരണം എന്താണ്? പാപമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പാപമാണ്. അതുകൊണ്ട് പാപം ദൈവത്തോട് എന്ത് ചെയ്യണം?
ഏറ്റു പറയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബാല്യത്തിലെ പാപവും എൻ്റെ യൗവനത്തിലെ പാപവും, ആമേൻ, പ്രായമായതിനു ശേഷമുള്ള പാപവും ഒക്കെ എന്ത് ചെയ്യണം? ദൈവത്തോട് ഏറ്റു പറയണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ആ പാപം നമ്മളെ എന്ത് ചെയ്യും? വേട്ടയാടിക്കൊണ്ടിരിക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവനെ വേട്ടയാടുന്നത് അവൻ്റെ മനസ്സാക്ഷിയാണ്. മനസ്സിനൊരു സുഖം കാണത്തില്ല. തെറ്റ് ചെയ്ത ഒരു വ്യക്തി കിടന്നുറങ്ങിയാൽ അവന് ഉറക്കം വരത്തില്ല. അവൻ്റെ മനസ്സ് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മനസ്സിന് ഒരു സുഖവും ചെയ്യത്തില്ല, കിട്ടത്തില്ല. അല്ലേ? സ്വത്രം. ഈ ഭൂമിയിലെ എത്ര നല്ല ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാലും മനസ്സ് സുഖമല്ലെങ്കിലോ? അപ്പോൾ ഏറ്റവും അധികമായി നമുക്ക് സുഖം അനുഭവിക്കേണ്ട മേഖല ഏതാണ്? മനസ്സാണ്. അവിടെയാണ് ശാന്തത നമുക്കെല്ലാവർക്കും വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതിന് പാപം കാരണമാകരുത്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിൻ്റെ പാപം എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് തമ്മിൽ പ്രാർത്ഥിക്കണം. ഈ രോഗം ദൈവത്തോട് പറയണ്ട. എന്താ പറയേണ്ടത്? പാപം ദൈവത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം, ആമേൻ. അതിൻ്റെ 9-ാം വാക്യം വായിച്ചേ. ഉണ്ടോ? സൗമ്യതയുള്ളവർ സുഖത്തോടെ വസിക്കും. സുഖജീവിതത്തിന് സൗമ്യത വളരെ ആവശ്യമാണ്. ഒന്നുമില്ലാത്ത വീടാണെങ്കിലോ, അവിടെ കലക്കമുണ്ടെങ്കിലോ വഴക്കാണെങ്കിലോ ഒരു സുഖജീവിതം ഉണ്ടാകത്തില്ല, അല്ലേ? ആഹാരമില്ല, നല്ല ക്രമീകരണം ഒന്നുമില്ല, പാവപ്പെട്ട ഒരു വീടാണെങ്കിലും സൗമ്യത ആ വീട്ടിലുള്ളവർക്കുണ്ടെങ്കിൽ എത്ര സുഖകരമെന്നറിയാവും. അവരുടെ കൊട്ടാരമാണ് ആ കൊച്ചുകുടിലെ. സ്വത്രം. സൗമ്യതയുള്ളവർ സുഖത്തോടെ വസിക്കും. അമ്മയെ തൊട്ടുവിടുക ഈ വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. 10-ാമത്തെ വാക്യം. ദൈവവചനം പ്രമാണിക്കുന്നവർ സുഖത്തോടെ വസിക്കും. സുഖജീവിതത്തിന് ദൈവവചനം തെറ്റിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സുഖജീവിതം ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവവചനം അനുസരിക്കണം. ആ ദൈവവചനം പ്രമാണിക്കണം. 12-ാമത്തെ വാക്യം. തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമാണ് സുഖജീവിതത്തിന്. തെരഞ്ഞെടുപ്പ്. സ്തോത്രം. ദൈവഹിതം തെരഞ്ഞെടുക്കുന്നവർ സുഖത്തോടെ വസിക്കും. തെരഞ്ഞെടുപ്പാണ് ഒരു മനുഷ്യൻ്റെ സുഖം മുഴുവൻ കളയുന്നത്. സ്തോത്രം. തെരഞ്ഞെടുപ്പാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആണായത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണായി ജനിച്ചത് കൊണ്ട് എൻ്റെ ജീവിതം പോയി എന്ന് ആരും പറയരുത്. ഒരു ഒരു സ്ത്രീയായി ജനിച്ചത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. കാരണം ഞാൻ തിരഞ്ഞെടുത്തതല്ല അത്. ഒരാണായി ഞാൻ ജനിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം. കാരണം അത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഠനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞ് ജോലി സംബന്ധമായ ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ സകല സുഖം പോയവരുണ്ട്. അപ്പൻ്റെ അമ്മയുടെ ഒക്കെ നിർബന്ധത്താലും കൂട്ടുകാരുടെ നിർബന്ധത്താലും മറ്റുള്ള കാരണങ്ങളാലൊക്കെ തിരഞ്ഞെടുത്ത ജോലി മേഖലകളിലേക്ക് പോയവർ കുഴഞ്ഞു പോയിട്ടുണ്ട്. ഈ ജോലിയും ഈ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ മേഖലയിലൊക്കെ എന്ത് ചെയ്യത്തില്ല? വിജയിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതാണല്ലോ നമ്മൾ ജോലിയിലേക്ക് നിയന്ത്രിക്കുന്നത്. അടുത്തത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തിരഞ്ഞെടുപ്പാണ്. അതൊക്കെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം സംഭവിക്കുന്നതാണ്. ഒറ്റ തിരഞ്ഞെടുപ്പേ ഉള്ളൂ വിവാഹം. ഒറ്റ തിരഞ്ഞെടുപ്പ്. അതൊക്കെ എന്താകണം? ദൈവഹിതമായിരിക്കണം. അല്ലെങ്കിൽ എന്നും ഒരു നൂലാമാലയായിരിക്കും. കുടുംബജീവിതത്തിൽ എന്നും കല്ലുകടിയായിരിക്കും.
പരസ്പരം ചേരത്തില്ല. പ്രൈസലോ, അവിടെ എന്ത് ചെയ്യും? ഒരു സുഖജീവിതം വിവാഹ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഈ മേഖലകളിലൊക്കെ എന്ത് വേണം? ദൈവഹിതം തിരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുഖജീവിതം ആഗ്രഹിക്കുന്നവരുടെ കർത്താവ് പറയുകയാണ്, മോനെ മോളെ, നീ ദൈവഹിതമാണോ തിരഞ്ഞെടുത്തത്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏതൊരു വഴി രണ്ടായിട്ട് പിരിയുമ്പോൾ ആമേ, അവിടെ മുട്ടുകുത്തണം. കർത്താവേ, ഇതിൽ ഞാൻ റൈറ്റിലേക്ക് പോകണോ ലെഫ്റ്റിലേക്ക് പോകണോ? ഏതു വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? എനിക്ക് അവിടുത്തെ ഹിതം അറിയിച്ചു തരണമേ എന്ന് ദൈവഹിതം അന്വേഷിക്കുന്നവർ എന്ത് ചെയ്യും? സുഖത്തോടെ വസിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. കർത്താവിന് മഹത്വം, സ്തോത്രം. അപ്പോൾ അതിൻ്റെ 25 ഇതൊന്നുമില്ലാത്ത വ്യക്തി ഒന്ന് വായിച്ച് 25 17 വാക്യം. എനിക്ക് മനപ്പീഡകൾ, ഇതൊന്നും ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ്. മനപ്പീഡകൾ വർദ്ധിക്കും. ശാരീരിക പീഡനം നമുക്ക് സഹിക്കാം, ഗാർഹിക പീഡനം നമുക്ക് സഹിക്കാം, ജോലിസ്ഥലത്തുള്ള പീഡനം നമുക്ക് സഹിക്കാം, സ്തോത്രം. പക്ഷേ അതിനേക്കാളും വലിയ പീഡനമാണേത്? മനപ്പീഡകൾ, സ്തോത്രം. അവിടെയാണ് സുഖത്തിൻ്റെ ഉറവിടമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ചാണ്, സ്തോത്രം. ഇതെല്ലാം ബാധിക്കുന്നത് ആമേൻ മനസ്സിനെയാണ്. ഇതെല്ലാം ഒന്ന് ബാധിക്കുന്നത് മനസ്സിനെയാണ്, സ്തോത്രം. അതുകൊണ്ട് എനിക്ക് മനപ്പീഡകൾ എന്ത് ചെയ്തിരിക്കുന്നു? വർദ്ധിച്ചിരിക്കുന്നു, അല്ലേ? ഇന്ന് ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സൗന്ദര്യമുള്ളവർ, പ്രതാപമുള്ളവർ, ഉന്നതന്മാർ, അല്ലേ? ലോകം അടക്കി ഭരിക്കുന്ന താരരാജാക്കന്മാർ ഇന്നെല്ലാവരും മനപ്പീഡകളിലൂടെ കടന്നു പോകുക, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം മനപ്പീഡകൾ വർദ്ധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, അല്ലേ? മനപ്പീഡ എന്ന് പറഞ്ഞാൽ എന്തുവാ? മനപ്പീഡ എന്ന് പറഞ്ഞാൽ അതിന് ഒരു 4-5 വാക്ക് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ചിന്താകുലം, സ്തോത്രം. വ്യാകുലത, ഉത്കണ്ഠ, ആകാംക്ഷ, ആശങ്ക, ആകുല ചിന്ത. ഇതിന് പറയുന്ന പേരാണ് മനപ്പീഡ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, സത്യത്തിലല്ല എൻ്റെ ജീവിതം, ദൈവജനപരമായിട്ട് ഞാൻ വളരെ വളരെ മാറിയാ പോകുന്നത്, എൻ്റെ ജീവിതത്തിന് ഇപ്പോൾ യാതൊരു സുഖവും ഇല്ല. ആ വ്യക്തിയെ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ആകുല ചിന്ത, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ചിന്താകുലം. ചിന്താകുലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം, മക്കളൊക്കെ ശ്രദ്ധിച്ച്. ചിന്താകുലം 4 കുതിരയെ കെട്ടിയിരിക്കുന്ന ഒരു വണ്ടി. 4 കുതിരയെ കെട്ടിയിരിക്കുന്ന ഒരു വണ്ടി എത്ര സ്പീഡിൽ പോകുന്നറിയാമോ? അത് 4 കുതിര ശക്തിയുള്ള ഒരു വണ്ടി എത്ര സ്പീഡിൽ പോകും, അല്ലേ? പക്ഷെ ശ്രദ്ധിക്കണം, ഒരു കുതിര പടിഞ്ഞാറോട്ട്, ഒരു കുതിര വടക്കോട്ട്, ഒരു കുതിര തെക്കോട്ട്, ഒരു കുതിര കിഴക്കോട്ട്, സ്തോത്രം, സ്തോത്രം. സ്റ്റാർട്ട്, വണ്ടി ഓടുകയാണ്. 4 കുതിരയും ഒരേ ബലത്തിലുള്ള 4 കുതിരകൾ ഈ വണ്ടി വലിക്കുകയാണ്. എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും? 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങത്തില്ല. ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടിയിട്ട് പോകണം. തകർച്ച മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലേ? ഇതിനാണ് മനപ്പീഡ എന്ന് പറഞ്ഞാൽ. ചിന്താകുലം എന്ന് പറഞ്ഞാൽ, ചിന്താകുലം കൊണ്ട് ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. ഈ 4 കുതിരയെയും ഒരു പോയിന്റിലേക്ക്, സ്തോത്രം, ആമേ, ഒരു ദിശയിലേക്ക് തിരിക്കുന്നവനാണ് ലക്ഷ്യമുള്ളവനെന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ 4 കുതിരകളെ ഒരു ദിശയിലേക്ക് കൊണ്ടുവരാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ 4 കുതിര 4 വശത്തേക്ക്
വലിച്ചാൽ ഉണ്ടാകുന്ന അനുഭവം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ച് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം. മത്തായി 6:27. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ. സ്തോത്രം. ഈ കുതിര ചലിക്കുവോ? ഈ വണ്ടി അനങ്ങുമോ? ഒരിക്കലുമില്ല. വിചാരപ്പെടുന്നത് കൊണ്ട് ആകുല ചിന്ത, അനാവശ്യമായ ടെൻഷൻ, ഉത്കണ്ഠ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇതുള്ള ഒരു വ്യക്തിക്ക് ഒരു മുഴം പോലും എന്ത് ചെയ്യത്തില്ല. എന്താ ഈ നീളമെന്ന് പറഞ്ഞാൽ? ആയുസാണ്. നല്ല സുഖകരമായ ഒരു ജീവിതം ഒരിക്കൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാ കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാം, ആരെ കൊണ്ടും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന് മഹത്വം, സ്തോത്രം. അതിൻ്റെ 6:31 വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ വിചാരപ്പെടരുത്. എന്ത് തിന്നും? 4 കുതിര 4 വശത്തും വരരുത്. എന്തുടുക്കും? എവിടെ പാർക്കും? പ്രൈസ് ദി ലോർഡ്. വീട്, ഭക്ഷണം, വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിനെ ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ഒരു മുഴം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആയുസ്, ഉത്കണ്ഠയുള്ളവരുടെ ആയുസ് കൂടുവാണോ കുറയുവാണോ? കുറയുള്ളൂ. 4 കുതിര കെട്ടിയിട്ടുണ്ടെന്ന് ഒരു കാര്യമില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്ററെ, ഞാൻ ഉപവസിക്കുന്നുണ്ട്, പക്ഷേ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകുന്നില്ല. കർത്താവ് ചോദിക്കുക, നീ എവിടെയാ നിന്റെ കുതിരയെ കെട്ടിയിരിക്കുന്നതിൻ്റെ പൊസിഷൻ എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. ആകുല ചിന്തയും ടെൻഷനും പിടിച്ചുകൊണ്ട് ദൈവത്തിൽ നീ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തികഞ്ഞ പ്രത്യാശയോടുകൂടെ ഈ 4 കുതിരകളെയും ഒരു ദിശയിലേക്ക് നീ ലക്ഷ്യത്തിൽ നിർത്തി നീ ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, നിന്റെ കാര്യം വേഗത്തിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങളുടെ ആകുല ചിന്ത, ആമേൻ, നിങ്ങളുടെ വ്യർത്ഥമായ ചിന്ത, നിങ്ങളുടെ ഉത്കണ്ഠ, ആമേൻ, നിങ്ങളുടെ ചിന്താകുലം എന്ത് ചെയ്യണം? എൻ്റെ മേലിട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അതൊരു ഫോക്കസ് മാറ്റ്, ഒരു ഫോക്കസ് ആക്ക്. 4 കുതിരയെയും കൂടെ പറ, ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പറ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ പറ. ഈ വാഹനത്തിൽ ഇരിക്കുന്നത് എത്ര വലിയ വിഷയമാണെങ്കിലും, നിന്റെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും, എത്ര വലിയ സ്വപ്നമാണെങ്കിലും, അത് ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പോലെക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി ഈ വചനത്തിലൂടെ ദൈവമക്കളോട് സംസാരിക്കുകയാ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആകുല ചിന്തകളും ടെൻഷനും ഉത്കണ്ഠയും, നീ അനുഭവിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശയും രോഗവും എന്തു തന്നെയായാലും അത് ദൈവ സന്നിധിയിലേക്ക് നിനക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? അവന്റെ ഇടുവാൻ പറ്റുമോ? അവൻ നിന്നെ പുലർത്തും. ഈ വചനം സത്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 32 വാക്യം ഒന്ന് വായിച്ചേ. 6:32. കേട്ടോ, ഇതൊക്കെ ആരാ അന്വേഷിക്കുന്നേ? ജാതികൾ. അവരാണ് ആകുല ചിന്തയുള്ളവര്, അവർക്കാണ് ടെൻഷൻ ഉള്ളത്. ജാതികൾ ഈ വകയൊക്കെ അന്വേഷിക്കുന്നു, വെപ്രാളം കാണിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാ ദൈവമക്കൾക്ക് നിരാശയില്ലാത്തത്, ടെൻഷൻ ഇല്ലാത്ത എന്നതാ? അടുത്തത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവോ ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. ആ ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ആ ദൈവത്തെ അറിയുന്നുണ്ടോ? ഇന്ന് നീ ആവശ്യപ്പെടുന്ന, ഇന്ന് നീ ടെൻഷൻ അടിക്കുന്ന നിന്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, നിന്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നിന്റെ വീടിൻ്റെ കാര്യങ്ങൾ, നിന്റെ ആരോഗ്യത്തിൻ്റെ കാര്യം, നിന്റെ സൗഖ്യത്തിൻ്റെ കാര്യം, നിന്റെ ഭാവിയുടെ കാര്യം, ഇന്നതെന്ന് നീ നാളെ ഇന്നതാകുമെന്ന്, നിന്റെ ആവശ്യം ഇന്നതെന്ന് സ്വർഗ്ഗസ്ഥനായ ദൈവം തമ്പുരാൻ ഇതൊക്കെയും അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിന്താകുലത്തിന്റെ പരിഹാര മരുന്ന് വിശ്വാസമാണ്. സകല ടെൻഷന്റെയും ഒറ്റമൂലി ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. മക്കൾ, ഈ വചനം വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ ദൈവം അറിയുന്നു. അവൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ അറിയാൻ ആരുമില്ലെങ്കിൽ എനിക്ക് ടെൻഷനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരല്പം പോലും ടെൻഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം കർത്താവ് എന്നോട് സംസാരിച്ച ചില വചനങ്ങളുണ്ട്. സ്തോത്രം. അല്പം പോലും ടെൻഷൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പോയ സാഹചര്യങ്ങളൊക്കെ വളരെ വളരെ ഗുരുതരമായിരുന്നു. തൃശ്ശൂർ വെച്ച് എനിക്ക് സുവിശേഷപരമായി ഉപദ്രവം നേരിട്ടതിന് ശേഷം കർത്താവ് എനിക്ക് തന്ന ഒരു ബലമാണ്, നീ ടെൻഷൻ അടിക്കരുത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ പുലർത്തും. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ വചനത്തിൽ വിശ്വസിപ്പീൻ, എൻ്റെ ദാസന്മാരെ വിശ്വസിപ്പീൻ. സ്തോത്രം. ടെൻഷൻ വേണ്ട, ആകുലചിന്ത വേണ്ട. അത് നമ്മളെ കൊന്നുകളയും, അത് നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയും. വിശ്വാസത്തിൽ നിന്ന് വരെ നമ്മളെ എടുത്തു കളയും ടെൻഷൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പി ലേഖനം 4:6. ഉണ്ടോ? ഈ 4 കുതിരയും ഒരു ദിശയിലേക്ക് കൊണ്ടുവരിക. ഒന്നിനെ കുറിച്ചും, അതിനകത്ത് ഇന്ന് നീ വിചാരപ്പെടുന്ന വിഷയമുണ്ട്, അതും വേണ്ടെന്ന. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആകുല ചിന്തയും പ്രാർത്ഥനയും ഒന്നിച്ചു ചേരത്തില്ല. തീയും വെള്ളവും എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് ഒരുമിച്ച് പോകാം. തീയും വെള്ളവും കൂടെ പറയുക, നമുക്ക് ഒരുമിച്ച് പോകാം. സ്തോത്രം. ഒന്നെങ്കിൽ വെള്ളം പറ്റും, അല്ലെങ്കിൽ തീ കെടും. ഇത് രണ്ടിലേതിലൊന്ന് സംഭവിക്കും. ആകുല ചിന്തയും പ്രാർത്ഥനയും ഒരിക്കലും അത് ഫലവത്താകത്തില്ല. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തോട്. ഞാൻ പറയാം എങ്ങനെയാണ് ദൈവത്തോട് അറിയിക്കേണ്ടതെന്ന്. നമ്മുടെ ഒരു ആവശ്യം ദൈവത്തോട് അറിയിക്കേണ്ടതേ, തികഞ്ഞ ദൈവസ്നേഹത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമുണ്ടല്ലോ, എൻ്റെ ആ പ്രശ്നം സൂര്യപ്രകാശത്തിൽ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോകും. ഹല്ലേലൂയ. ഇതാണ് സ്തോത്രത്തോടുകൂടെ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവത്തെ അറിയിക്കുന്നത്. പ്രൈസലോ. ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ, ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടെ, ദൈവത്തിലുള്ളതായ കാത്തിരിപ്പോടുകൂടെ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് എൻ്റെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഞാൻ ആ വിഷയം ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുമ്പോൾ സൂര്യപ്രകാശത്തിങ്കൽ ഒരു മഞ്ഞെങ്ങനെ ഉരുകി മാറുന്നുവോ അതുപോലെ എൻ്റെ പ്രശ്നങ്ങൾ ഉരുകി മാറും.
ഇന്നത്തെ ഈ ആരാധനയിൽ അമ്മ ചില ഭാരം ചുമന്നുകൊണ്ട് വന്നവരോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാ, നിന്റെ ഭാരം മഞ്ഞുപോലെ ഉരുകട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ ടെൻഷൻ യേശുവിന്റെ നാമത്തിൽ ഇല്ലാതെ പോകട്ടെ. നീ എങ്ങനെ ചില വിഷയങ്ങളെ ഓവർകം ചെയ്യുമെന്ന്, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ യഹോവ നിസിയായി ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. നിന്റെ വീടിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ഒരു ജയത്തിന്റെ കൊടി നാട്ടാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആകുല ചിന്ത മാറ്റി പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ കഴിയോ? ആകുല ചിന്തയെ തുടച്ചു മാറ്റുക, അത് വെച്ചുകൊണ്ടിരിക്കരുത്. ആകുല ചിന്തയെ തുടച്ചു മാറ്റുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം, ആമേൻ, സ്തോത്രം, 13-ാം അധ്യായത്തിൽ കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, 13:22. മത്തായി 13:22. ആ ആ വചനത്തെ ഞെരുക്കിയിട്ട്, സ്തോത്രം, ആകുല ചിന്ത മുൾപടർപ്പ് പോലെയാണ്. നിനക്ക് എങ്ങനെ സുഖം കിട്ടും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാലിൻ്റെ ഒരു ഭാഗത്ത് ഒരു വിരലിൽ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ സുഖമുണ്ടോ? ആകുല ചിന്ത മുൾപടർപ്പ് പോലെയാണ്. അത് നിന്നെ എന്ത് ചെയ്യും? ഞെരിച്ചു കളയും. ഒരു പെരുമ്പാമ്പ് ഒരു മൃഗത്തെയോ ഒരു മനുഷ്യനെയോ ചുറ്റിയാൽ എങ്ങനെ ഞെരിക്കുന്നുവോ അതുപോലെ നിന്റെ നന്മയെ ഞെരിച്ചു കളയുന്നതാണ് മുൾപടർപ്പ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ആകുല ചിന്തയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചേ. സ്തോത്രം, 4:19. മർക്കോസ് 4:19. ഇഹലോകത്തിന്റെ ചിന്ത, അതിനകത്ത് എന്തെല്ലാം പെടും? ഈ ലോകത്തിലെ ചിന്ത, പിന്നെ ധനത്തിന്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്നു. ഉണ്ടോ? മുള്ളിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ, സ്തോത്രം, മർക്കോസ് സുവിശേഷം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞെരുക്കുന്ന മുള്ള്. സ്തോത്രം, ഹല്ലേലൂയ. ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് 8:14 വാക്യം. ലൂക്കോസ് 8:14. ആ ആ കേട്ടു, ആരാധനയൊക്കെ കഴിഞ്ഞു, വീട്ടിൽ ചെന്ന ഉടനെ ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുഖമില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞെരുക്കുക. അപ്പം മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷകനാണ് ഈ ചിന്തയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞെരുക്കുന്ന മുള്ളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ മുൾപടർപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു സുഖജീവിതം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല മെത്തയുണ്ടെങ്കിലും അതിലൊരു ചെറിയ മുള്ളുണ്ടെങ്കിൽ ഉറക്കത്തിന് സുഖം കിട്ടത്തില്ല. പണ്ടൊരു ഉറക്കപ്രിയൻ 7 നല്ല മെത്ത ഇട്ട് കൊടുത്തിട്ട് ഉറങ്ങാൻ കൊടുത്തു അദ്ദേഹത്തിന്. 7 മെത്ത. അത്ര മനോഹരമായി കിടക്കുന്ന മെത്തയെ കിടന്നിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പം ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു 7 മെത്തയിലെ ഉറക്കം? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിൻ്റെ 5ാമത്തെ മെത്തയുടെ അടിയിൽ ഒരു തലമുടി നാര് ഇങ്ങനെ വിലങ്ങനെ കടന്നുകൊണ്ട് പുറത്ത് സുഖം കിട്ടിയില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ മുൾപടർപ്പിൻ്റെ ഉള്ളിലെ ജീവിതം സുഖം തരുമോ? ദൈവമക്കൾ ടെൻഷൻ ഇല്ലാത്തവരാ. ടെൻഷൻ ഇല്ലാത്തവരാണ് ദൈവമക്കൾ. അതാണ് വിശ്വാസി എന്ന് പറയുന്നാൽ.
എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അവൻ എനിക്കായി കരുതും. സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനം കേട്ട് ആമേൻ പറഞ്ഞാൽ പോരാ, ഈ വചനം കേട്ട് വിശ്വസിച്ചാൽ പോരാ. ആമേ, 4 കുതിരയെയും ഒരു ഭാഗത്തേക്ക് തിരിക്കണം. ഇങ്ങോട്ട് വന്നതുപോലെ അങ്ങോട്ട് പോകരുത്. ഒരു നീളം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഒരു നീളം, ഒരു മുഴം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റത്തില്ല. അതാണ് ടെൻഷൻ, ഉത്കണ്ഠയതാണ്. എന്നെ ഇല്ലാതെയാക്കി മാറ്റുന്നതാണ്. ആമേൻ, സ്തോത്രം, ആകുല ചിന്ത. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആമേൻ 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ശത്രു വെച്ചിരിക്കുന്ന ഒരു കെണിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ന്റെ 34-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകൾ, അതിനാകുല ചിന്ത എന്ന് പറഞ്ഞു, ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കെണി പോലെ വരും. സ്തോത്രം. ഉണ്ടോ? ആകുല ചിന്ത എന്താണ്? ഒരു ട്രാപ്പാണ്, ഒരു ട്രാപ്പാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചിട്ടും വിഷയത്തിന് പരിഹാരം വരുന്നില്ലെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പോലക്കാലം നമ്മുടെ കണ്ണിനെ തുറന്നു കാണിക്കുക, മോനെ ഒരു ട്രാപ്പ് ഇവിടെയുണ്ട്, ഒരു കെണി ഇവിടെയുണ്ട്. ആകുല ചിന്ത, ഇല്ലല്ലോ കർത്താവ്, കിട്ടുന്നില്ലല്ലോ കർത്താവ്, കിട്ടുന്നില്ലല്ലോ കർത്താവ്, കിട്ടുന്നില്ലല്ലോ കർത്താവ്. ആകുല ചിന്ത ഒരു കെണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധനയിൽ ആ കെണി തകരണം. ചില ആകുല ചിന്തയൊക്കെ നമ്മുടെ തന്നെയാണ്, ചിലത് ശത്രു വയ്ക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ആകുല ചിന്ത നമ്മുടെ സ്വയമാണ്, സ്വയമുള്ളത് നമ്മൾ തന്നെ അങ്ങ് എടുത്തു മാറ്റിയേക്കണം. പ്രൈസ് ദി ലോർഡ്. ശത്രു വെച്ചതിനെ ദൈവം ഇന്ന് പോൽക്കാലം തകർക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളിത്രയുമായിട്ടും ആമേ ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വിടാൻ പറ്റാതെ മാറിയുള്ള ശത്രുവിൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നീ തകർന്നു പോകാൻ കർത്താവ് ഇന്ന് പോലക്കാലം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ കെണിയെ എൻ്റെ കർത്താവ് ഇന്ന് പോലക്കാലം ഉടച്ചു കളയാൻ പോകുക. ദൈവത്തിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ തീ ഇന്ന് പോലക്കാലം നിന്റെ യാത്രയ്ക്ക് തടസ്സമായി, ഹല്ലേലൂയ, നിന്റെ ശാരീരിക സൗഖ്യത്തിന് തടസ്സമായി, നിന്റെ തലമുറയുടെ ഭാവിക്ക് തടസ്സമായി, ആത്മീയ ജീവിതത്തിന് തടസ്സമായി ശത്രു വെച്ചിരിക്കുന്ന കെണി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊട്ടട്ടെ. എന്റെ യേശുവിന്റെ നാമത്തിന് മഹത്വം, മഹത്വം, മഹത്വം. സ്തോത്രം. യേശുവിൻ്റെ കാൽക്കൽ മാർത്തയുടെയും മറിയുടെയും ലാസറിൻ്റെയും വീട്ടിൽ യേശു ഇരിക്കുമ്പം യേശുവിൻ്റെ പാദപിടുത്തെങ്കിൽ ആരുണ്ട്? മറിയ. മറിയ എന്താ തിരഞ്ഞെടുത്തത്? നല്ല അംശം, നല്ല അംശം. അതേസമയം സ്വന്തം സഹോദരി, ആ വീട്ടിലുള്ളവർ അടുക്കളയിൽ എന്ത് ചെയ്യായിരുന്നു? മനം കലങ്ങി, ടെൻഷൻ, ആകുല ചിന്ത. സ്തോത്രം. എന്താ സംഭവിച്ചത്? ആകുല ചിന്ത നല്ല അംശം അവളിൽ നിന്ന് അപഹരിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അരിമനാഥന്റെ പാദപീഠത്തിൽ ഇരുന്ന് നമ്മൾ ഈ വചനം കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുന്ന സമയത്തും ഞാൻ ആകുല ചിന്തയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നിന്റെ നല്ല അംശമാ ശത്രു അപഹരിക്കുന്നത് ഈ ആകുല ചിന്തയിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതിനെ തട്ടി മാറ്റിയിട്ട് എന്തെല്ലാം വിഷയങ്ങൾ എൻ്റെ തലക്ക് മീതെ കടന്നു വന്നാലും അരിമനാഥന്റെ പാദപീഠത്തെങ്കിലേക്ക് അടുത്ത് എന്ന് ഞാൻ നല്ല അംശം തെരഞ്ഞെടുക്കുകയാ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ വചന ദൈവമൊക്കെ വിടുതലായി മാറട്ടെ, വിടുതലായി മാറട്ടെ. ഹല്ലേലൂയ. ശത്രം. പ്രതിഫലമില്ലാത്ത ഒരു ചുമട് ദൈവമൊക്കെ ചുമക്കണ്ട. ഈ ആകുല ചിന്ത ചുമന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രതിഫലവുമില്ലാത്ത ചുമട് ആരും ചുമക്കരുത്.
ഒരു പ്രതിഫലവുമില്ലാതെ ചുമക്കുന്ന ചുമട അവൻ്റെ പാദപീഠത്തിൽ ഇടാൻ പറഞ്ഞത്. ഇടുക എന്ന് പറഞ്ഞാൽ ചിലതൊന്നും ഇട്ടാൽ പോകത്തില്ല. പൗലോസിൻ്റെ കയ്യിൽ അവൻ തൂക്കിക്കൊണ്ട് നടക്കുന്ന ഇപ്പോൾ ഒരു പ്രതിഫലം വല്ലതും ഉണ്ടോ? ഒരു പ്രതിഫലവും ഇല്ലാത്ത ഒരു ഭാരമാണ്. അതിടാൻ പറഞ്ഞാൽ ഇടത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? കൊടയണം. ചില ടെൻഷനൊക്കെ അങ്ങനെ പോകുള്ളൂ. കൊടയണം. ചിലതിനെ ഇന്ന് പകൽ നീ തന്നെ ശാസിക്കണം. പ്രതിഫലമില്ലാതെ എന്നെ കൊണ്ട് ചുമപ്പിക്കുന്ന ആമേൻ ഈ രോഗത്തെ, ഈ ടെൻഷനെ, ഈ ആകുല ചിന്തയെ ദൈവം എനിക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കരുതലിനെ മറയ്ക്കുന്ന ഈ വ്യാകുല ചിന്തയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കുടഞ്ഞു കളയോ. നീ സുഖത്തോടെ വസിക്കും, നീ സുഖത്തോടെ വസിക്കും, നീ സുഖത്തോടെ വസിക്കും, നീ സുഖത്തോടെ വസിക്കും. നീ ഫ്രീ ആകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ചില ശരീരം ഫ്രീ ആകുക യേശുവിന്റെ നാമത്തിൽ. ചില മൈൻഡ് ഫ്രീ ആകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ സുഖത്തോടെ വസിക്കും. ഈ വചനം ഇന്ന് വിരൽ ചൂണ്ടുക നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ. എൻ്റെ മേൽ ഈ വചനം ആമേൻ വിരൽ ചൂണ്ടുകയാ. ആമേൻ. നിങ്ങളുടെ മേൽ വിരൽ ചൂണ്ടുകയാ. ഇന്ന് പകൽ നിങ്ങൾ സുഖത്തോടെ വസിക്കും. ഹല്ലേലൂയ. ആകുല ചിന്തകളെ ഇന്ന് പലക്കല തിരികെ കർത്താവിന്റെ സന്നിധിയിലേക്ക്. ഹല്ലേലൂയ. അത് നീ നിന്റെ തലയിൽ ചുമക്കണ്ട. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവിൻ്റെ തലയിൽ വെച്ച മുൾക്കിരീടം കണ്ടോ? അതിനകത്തെല്ലാം ഉണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. അവൻ ചുമന്ന കുരിശ് കണ്ടോ? അതിനകത്തെല്ലാം ഉണ്ട്. നിന്റെ രോഗം അതിനകത്തുണ്ട്, നിന്റെ വേദന അതിനകത്തുണ്ട്, നിന്റെ ഭാരം അതിനകത്തുണ്ട്, നിന്റെ കടഭാരം അതിനകത്തുണ്ട്, നിന്റെ തലമുറ അതിനകത്തുണ്ട്, നിന്റെ വീട് അതിനകത്തുണ്ട്. എന്റെ യേശു ചുമന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയക്കാലം നീ ഫ്രീ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഒരു ദൈവ ചൈതന്യം, ഒരു ദൈവശക്തി എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആ വചനം ഹല്ലേലൂയ നല്ല നിലത്തു വീണ വിത്തായി വളരട്ടെ. ഹല്ലേലൂയ. നിന്നെ ഞെരുക്കിയ എല്ലാ മാനസികമായ അസ്വസ്ഥതകൾ, ചിന്താകുലങ്ങളെ ഇന്ന് പലക്കാല യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചകറ്റുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് പലക്കാലം നിന്നോട് പറയുക, നീ സുഖത്തോടെ വസിക്കും, നീ സുഖത്തോടെ വസിക്കും. ഹല്ലേലൂയ. 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 നീ സുഖത്തോടെ വസിക്കും. വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. 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 ആമേൻ. ഇന്ന് പകൽക്കാലം ചിലതിനെ കർത്താവ് ചെത്തി മാറ്റുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നീ പോലും അറിയാതെ വെച്ചിരിക്കുന്ന ചില കെണികൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പൊട്ടിമാറുകയാ. അതിൻ്റെ ശക്തി നിർവീര്യമാകുകയാ. കർത്താവ് എനിക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അന്ധകാരത്തിൻ്റെ പോരുകൾ ഇന്ന് വെളുക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകുകയാ. യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകുകയാ. അതിൻ്റെ ശക്തി ഇന്ന് വെളുക്കാലം നിർവീര്യമാകുകയാ, നിർവീര്യമാകുകയാ. പൂജകള്, കർമ്മകള്, ആഭിചാരങ്ങളാൽ, ശത്രുവിൻ്റെ ദേശത്തിൻ്റെ പോരുകളാൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ആ കെട്ട് ഇന്ന് വെളുക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ പൊട്ടിക്കുന്നു. അഴിയട്ടെ, അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. മുതൽ ഉള്ളങ്കാൽ വരെ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകള്, രോഗത്തിന്റെ ശക്തികള്, ആകുല ചിന്തകള്, ഉത്കണ്ഠകള് യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയോ. ശക്തിയോ, ദൈവശക്തി, ദൈവശക്തി.
Hallelujah. Praise the Lord. Hallelujah. കർത്താവ് ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ വിടുവിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.